ഹായ് ഗായ്സ്, എന്റെ ബർത്ത്ഡേ പരിപാടിയുടെ പ്രിപ്പറേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോയും വീഡിയോസ് ഒക്കെ ഉടനെ വരും, ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ വീണു കേക്ക് കൊണ്ട് വന്നിട്ട് ചോദിച്ചോടൂ എന്തൊരു സ്മൂത്ത് ആകായി, എന്തുവാ ചെയ്തേ? ഒരു ഫ്ലാഷ് ബാക്ക് പറയട്ടുമാ. ഞാൻ റെഡി ആയിട്ട് വന്നപ്പോഴാണ് എന്റെ ദൈവമേ ഫോട്ടോസിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി നോക്കിയപ്പോ എന്റെ കയ്യിലും കാലിലും ഒക്കെ ഹെയർ. സലൂണിൽ പോയി വാക്സ് ചെയ്യാനുള്ള ടൈമില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പോകത്തില്ല. ബിക്കോസ് എന്റെ കയ്യിലുണ്ടല്ലോ കാമസി ബോഡി വാക്സ് സ്ട്രിപ്സ്. ഞാൻ ഇതിന് മുമ്പ് ഇത് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഇതിന് വേദന കുറവാണെന്ന് എനിക്കറിയാം. ഒരു പാക്കിൽ 20 സ്ട്രിപ്സും 4 പോസ്റ്റ് വാക്സ് വൈപ്സും. ഇതിൽ വൈറ്റ് ചോക്ലേറ്റ് ഇൻഫ്യൂസ് ചെയ്തേക്കുന്നുണ്ട്. ഇത് നല്ല സ്മെല്ലാണ്. ഇനി സേഫ് ആയിട്ട് പ്രോപ്പർലി വീട്ടിൽ തന്നെ എങ്ങനെ വാക്സ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, സാധാരണ സ്ട്രിപ്പ് പോലെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ റോൾ ചെയ്ത് വരുന്നു. വൈപ്സ് യൂസ് ചെയ്യുമ്പോൾ വെള്ളമോ സോപ്പോ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്സ് ചെയ്ത സ്ഥലത്ത് തന്നെ 2 3 പ്രാവശ്യം വീണ്ടും വാക്സ് ചെയ്യുന്നത് ഇറിറ്റേഷൻ വരാൻ സാധ്യതയുണ്ടാകും. വാക്സ് ചെയ്യേണ്ട ഹെയറിന്റെ മുകളിൽ ഇത് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഹെയറിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം പുള്ള് ചെയ്യാൻ. ഒറ്റ വലിക്ക് തന്നെ ടൈനി ഹെയർ വരെ ഇങ്ങ് പോരും. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, എല്ലാ സ്കിൻ ടൈപ്സിനും സ്യൂട്ട് ആണെന്നാണ് ഇവർ പറയുന്നത്. വാക്സിൻ കഴിഞ്ഞ ശേഷം പോസ്റ്റ് വാക്സ് വൈപ്സ് യൂസ് ചെയ്യാണ്. ഇതിൽ വൈറ്റമിൻ ഇ ആൻഡ് കോക്കനട്ട് ഓയിൽ ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് സാധാരണ വൈപ്സിനേക്കാൾ സൈസ് കൂടുതലാണ്. ദേഹത്ത് എവിടെയെങ്കിലും സ്റ്റിക്നെസ് ഉണ്ടെങ്കിൽ ഈ വൈപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോകും. ഈ വാക്സിൻ കഴിഞ്ഞ സ്കിൻ ഹൈഡ്രേറ്റ് ആൻഡ് നറിഷ് ആവും. സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് ആകും. ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യും, ഈവൻ സ്കിൻ ടോൺ. അപ്പൊ എന്റെ വാക്സിൻ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത് എന്തുമാത്രം അടിപൊളിയാണെന്ന് അറിയാൻ എന്റെ കയ്യുടെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഷോട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് അടിപൊളിയാണ്. ഇത് പർപ്പിളിൽ അവൈലബിൾ ആണ്. അപ്പൊ വേണ്ടവർ ചെക്ക് ഇറ്റ് ഔട്ട്.